ഇറാന് മുന്നിൽ അമേരിക്ക ഇപ്പോൾ മുട്ടുമടക്കുന്ന ഒരു പുതിയ വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരക്ക് കപ്പൽ അമേരിക്ക റാഞ്ചിയിരുന്നു. ടൗസ്ക എന്നറിയപ്പെടുന്ന ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ചരക്ക് കപ്പലാണത്. അതിലുള്ള ജീവനക്കാരെ അടക്കമായിരുന്നു അമേരിക്ക പിടികൂടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ഈ കപ്പലും അതുപോലെ തന്നെ ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെയും പാകിസ്ഥാന് കൈമാറിയിരിക്കുകയാണ്. ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇപ്പോൾ പാകിസ്ഥാനാണ് ഈ കപ്പലും അതുപോലെ കപ്പലിലെ ജീവനക്കാരെയും അമേരിക്ക ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഈ വാർത്ത CNN അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക എന്താണ് ഈ കൈമാറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്ക തീർച്ചയായും ഇറാനുമായി ഒരു ശക്തമായ ഏറ്റുമുട്ടൽ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. അതേസമയം അമേരിക്കക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണം. ഇറാന്റെ കയ്യിൽ ആണവായുധം വരുന്നതിന് അമേരിക്ക ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് വേണ്ടി അമേരിക്ക ഭയപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വിലവേശൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു വൻ ശക്തി എന്ന നിലയിൽ ആ ശക്തിക്ക് കീഴ്പ്പെടേണ്ട സാഹചര്യം ഇസ്രയേലിനടക്കം ഉണ്ടാകുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിന്റെ ഗ്രേറ്റ് ഇസ്രയേൽ എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സയനിസ്റ്റുകൾക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പല ഘട്ടങ്ങളിലും അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള നീക്കം നടത്തുന്നിടത്ത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് ഇറാൻ എന്നറിയാം. പക്ഷെ നിലവിലെ ഇറാൻ ഒരു പ്രതിസന്ധിയാണ് എങ്കിൽ അതൊരു ആണവ ശക്തിയായ ഇറാൻ ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സാഹചര്യം എന്നാണ് അമേരിക്കയും ഇസ്രയേലും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കാൻ പാടില്ല എന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതിയാണ്. അതിന് ഇറാൻ ഏതെങ്കിലും രീതിയിൽ വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരിക്കലും ഈ രാഷ്ട്രങ്ങൾക്ക് ആഗ്രഹമില്ല. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ നിയമവിധേയമല്ലാതെ തന്നെ ആണവായുധം സ്വന്തമാക്കിയ രാഷ്ട്രമാണ്. എന്നാൽ അതുപോലെ എന്തുകൊണ്ട് ഇറാന് പാടില്ല എന്ന് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മേഖലയിലുള്ള ഒരു രാഷ്ട്രവും ആണവായുധം കൈവശം വെക്കുക എന്നത് അവർ ഉൾക്കൊള്ളാത്ത കാര്യമാണ്. ഈജിപ്ത് ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും സിറിയ ആണെങ്കിലും അങ്ങനെ ലിബിയ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നും ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്ന ശാഠ്യം പിടിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ. എന്നാൽ ഇസ്രയേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടുതാനും എവിടെയാണ് ഇറാൻ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത്? എന്നാൽ ഇറാൻ ഇതുവരെ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുമെന്ന കാര്യം പറഞ്ഞിട്ടില്ല. അവരുടെ ആണവ റിയാക്ടറിൽ യുറേനിയം 60% സമ്പുഷ്ടീകരണം നടത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വികസിപ്പിച്ചാൽ അവർക്ക് മിസൈലുകളിൽ പോർമുനകളായി ആണവായുധങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു ആയുധത്തെ കുറിച്ച് അവർ ഇതുവരെ പരാമർശിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ അമേരിക്കക്കും ഇസ്രായേലിനും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇറാൻ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് റിയാക്ടറുകൾ ഉപയോഗിക്കുന്നത് എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് കാരണം അവർ പറയുന്നത്, എന്തിനാണ് ഇറാൻ വലിയ മലകൾക്കുള്ളിൽ വലിയ പാറകൾക്കുള്ളിൽ സുരക്ഷിതമായി ആണവ റിയാക്ടർ ഉണ്ടാക്കുന്നത്? ലോകത്തെവിടെയും ഈ രൂപത്തിൽ ഭൂമിക്കടിയിൽ റിയാക്ടറുകൾ ഉണ്ടാക്കുന്നില്ലല്ലോ. എന്തിനാണ് ഇറാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് റിയാക്ടറുകൾ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ പോലും ഇസ്രയേൽ അത് തകർത്ത് കളയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിനെ അതിജീവിക്കുക എന്നതാണ് ഇറാന്റെ മുന്നിലുള്ള ഇത്തരം നീക്കങ്ങളിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഈ രൂപത്തിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയില്ല എന്ന കാര്യം അവർക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ മുന്നിലുള്ള കാര്യം ഇറാന്റെ ആണവ റിയാക്ടർ, ആണവ പദ്ധതികൾ തന്നെയാണ്. എന്നാൽ ആ കാര്യങ്ങളിൽ പിന്നോട്ട് പോകാൻ ഇപ്പോൾ ഇറാനും തയ്യാറല്ല എന്നതാണ് നിലവിലെ സാഹചര്യം. എന്നാൽ ഇറാനെ ഏതെങ്കിലും രൂപത്തിൽ അനുനയിപ്പിക്കുക എന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിനുവേണ്ടി ട്രംപ് പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇറാൻ ഒരു വലിയ രാഷ്ട്രമാണ്, ശക്തിയുള്ള രാഷ്ട്രമാണ്, ഇങ്ങനെ പല രീതിയിലും പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായി ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് വിട്ടുകൊണ്ട് അവർ ഒരിക്കലും തന്നെ അക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഒരു അനുനയിപ്പിക്കലിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ അമേരിക്ക കപ്പൽ വിട്ടുകൊടുക്കാൻ തയ്യാറായത്. ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യങ്ങളിൽ ഒന്ന് താഴോട്ട് ഇറങ്ങി വരിക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമാകാനുള്ള സാധ്യതയുണ്ട്.